പറഞ്ഞു കഴിഞ്ഞില്ലേ? ഈ ഭാവി പരിപാടിയെ കുറിച്ച് ആലോചിക്കാം. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. സുധയുടെ കല്യാണം നമ്മൾ എല്ലാവരും ചേർന്ന് ഗംഭീരമായിട്ട് നടത്തുന്നു. എന്താ സുധേരേട്ടാ? അല്ലാതെ ഞങ്ങൾ വിചാരിച്ചാലും ഇവിടെ ചില കാര്യങ്ങൾ നടക്കും അമ്മാവാ. സംശയിക്കണ്ട അമ്മാവാ, ഞങ്ങൾ നടത്തി കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് ഞങ്ങളുടെ പുന്നാര അളിയനെ കണ്ട് കുറച്ച് സംസാരിക്കാനാണ്. അതെ. വാടക വരെ എഴുതിയോ? വാടക തേങ്ങ വിറ്റത്, തേങ്ങ, റബ്ബറിന്റെ. ഡാഡി മതി. എത്ര നാളെ എന്നെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നു. ഗോവയിൽ പോവാൻ, കാശ്മീരിൽ പോവാന്ന്. കണ്ടോ ഡാഡി? എന്താ അജിമോനെ ഇങ്ങനെ? ഇപ്പോഴൊക്കെ എൻജോയ് ചെയ്യേണ്ട സമയമല്ലേ? എന്നാ നാളെ തന്നെ നമ്മൾ ഊട്ടിയിലേക്ക് പോകും. അയ്യോ, നാളെ ഡാഡിക്ക് ഒരു കോൺഫറൻസ് ഉണ്ടല്ലോ. അല്ല, അങ്കിള് പറഞ്ഞോന്ന് ആര് പറഞ്ഞു? ഞങ്ങളുടെ ഹണിമൂണിൽ അങ്കിൾ എന്ത് കാര്യം? അങ്കിൾ സ്മോളൊക്കെ അടിച്ചു ഇവിടെ ഇരുന്നാൽ മതി. ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം. എന്താ അതുപോലെ? എന്ത് വേണം? ഞങ്ങൾക്ക് കൊച്ചു മുതലാളി ഒന്ന് കാണണം. മുതലാളി കാണാൻ സാധ്യമല്ല. പോണം. കാണാൻ പറ്റുമോ? എന്താ അവിടെ ഒരു വേളം കണ്ടേ പോവും. വരണം വരണം. എന്റെ പുന്നാരളിയന്മാർക്ക് എന്താ വേണ്ടത്? കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? അച്ചി വീട്ടിലെ ജ്യൂസ് നീ തന്നെ അങ്ങ് ജ്യൂസ് ചെയ്യാൻ മതി. കണ്ടവന്റെ വീട്ടിലെ ജ്യൂസിനെക്കാളും സ്വന്തം വീട്ടിലെ കഞ്ഞിവെള്ളമാണോ ഞങ്ങൾക്ക് ഇഷ്ടം. അളിയനൊന്നും ഞാൻ നോക്കില്ല. ഓ, അല്ലെങ്കിൽ പിന്നെ വലിയ മമതയല്ലേ അളിയന് ഞങ്ങളോട്? ഓഹോ, എന്നെ നാറ്റിക്കാൻ സംഘം ചേർന്ന് ഇറങ്ങിയിരിക്കണല്ലേ? ഒരിക്കലുമല്ല. ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ആരുടെ പ്രേരണയിലാണ് നീ അമ്മാവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറ. അമ്മായിയപ്പന്റെ പോക്കറ്റിലെ നോട്ടിന്റെ തിളക്കം കണ്ടപ്പോ സ്വന്തം അപ്പനെ വരെ നീ തള്ളി പറയാൻ തയ്യാറായല്ലടാ. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. എനിക്ക് ഈ വക കാര്യത്തിൽ ആരോട് ഒരു സെന്റിമെന്റ്സും ഇല്ല. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാനാണെങ്കിൽ അച്ഛൻ എന്നോട് താമസിക്കാം. ഒരു വീട്ടു ജോലിക്കാരനെ പോലെ അല്ലേ? നാണമില്ലല്ലോ നിനക്ക്? ഒന്നുമില്ലെങ്കിൽ നിന്റെ പെങ്ങളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കത്തെന്ത് നീ? എങ്ങനെ ആലോചിക്കാനാ? എവന്റെ തലച്ചോറ ജുബ്ബാനോട് പണം വെച്ചിരിക്കല്ലേ. ഡാഡി പറഞ്ഞല്ലോ. താടിയും കൊള്ളാം, മീശയും കൊള്ളാം. ഞങ്ങള് കാര്യം പറഞ്ഞാ കോച്ചാ. സുധയുടെ കല്യാണം ആര് നടത്തും? എന്താടാ, നാം ഇറങ്ങിപ്പോയോ? അയ്യട്ടാ, ആരുടെയും വക്കാലത്ത് ഞങ്ങൾക്ക് ആവശ്യമില്ല. സുധയുടെ കല്യാണം നടത്താനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ത് വഴി? അർജുനൻ പിള്ളയുടെ വീട് നമുക്ക് അങ്ങ് വിൽക്കാം. വീട് വിൽക്കുക? മനസ്സിലായില്ല. വീട് വിറ്റ് ബാങ്കിലെ ലോണും തീർത്ത് ബാക്കി തുക കൊണ്ട് ജയസുധയുടെ കല്യാണം നമുക്ക് ആഘോഷമായി നടത്താം. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരാ മേനോ സാറേ. തറവാട് വീട് വിൽക്കുന്നതിന് ഞങ്ങൾ കൂട്ടു നിൽക്കുന്ന പ്രശ്നമില്ല. അവന്റെ പെങ്ങടെ കല്യാണക്കാര്യവും പറഞ്ഞ് ചുളുവിലൊരു വീട് അങ്ങ് ഒപ്പിച്ചെടുക്കാമെന്ന് കരുതിയല്ലേ മേനോ സാറേ? കലഞ്ഞ വെള്ളത്തിൽ ചെറിയൊരു മീൻപിടുത്തം. എന്താ അജയ, ഇതൊക്കെ നിന്റെ അറിവും സമ്മതത്തോടും കൂടിയാണോ? അങ്കിള് പറഞ്ഞാൽ എന്താ തെറ്റ്? വീട് വിറ്റാലേ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും തീരൂ. എന്നാലേ വീട് വിൽക്കാതെ കണ്ട പുതുപ്പണക്കാരുടെ സഹായമില്ലാതെ സുധയുടെ കല്യാണം നടത്താൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ.